ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഭൂട്ടാനിലെ ഫുൻഷിലിംഗ് എന്ന് പറഞ്ഞ ടൗണിലാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് ഭൂട്ടാനിലേക്ക് നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഓഫീസാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഭൂട്ടാനിലേക്കുള്ള എൻട്രി പെർമിറ്റ് വാങ്ങേണ്ടത്. എൻട്രി പെർമിറ്റ് നമുക്ക് വേണ്ടത് ഹോട്ടൽ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്, അതിനോടൊപ്പം തന്നെ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID. ആധാർ ഇവിടെ ഇവർ അലോഡ് ചെയ്യുന്നതല്ല. വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ട്, അതിൻ്റെ കൂടെ ഫോട്ടോ ഒട്ടിച്ച ഫോമും അതോടൊപ്പം തന്നെ ഹോട്ടൽ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും. ഇതാണ് മെയിനായിട്ടും പെർമിറ്റ് ആവശ്യത്തിനായി ഇവിടെ വേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ നിന്നും എൻട്രി ചെയ്തുള്ള ഭൂട്ടാൻ്റെ ആദ്യ ടൗണായ ഫുൻഷിലിംഗ്. അപ്പോൾ ഇവിടുത്തെ വരുന്ന ആ സന്ദർഭത്തിൽ പല എൻ്റെ സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭൂട്ടാനിലേക്ക് എങ്ങനെ ബൈക്കിൽ പോകാം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭൂട്ടാനിലേക്ക് ബൈക്കിൽ പോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സാധാരണ വാഹനങ്ങളിൽ വരുന്നത് പോലെ തന്നെ ഇവിടെ വന്ന് പെർമിറ്റ് എടുക്കുവാൻ വേണ്ടി ഫോട്ടോ ഒട്ടിച്ച അപേക്ഷാ ഫോറം, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തു, ഇന്ന് മുതലുള്ള ഏത് ദിവസമാണോ കയറുന്നത് അന്ന് മുതലുള്ള ഹോട്ടൽ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസും, നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID കാർഡ്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ്, ഇതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതോടൊപ്പം തന്നെ ബൈക്കിൽ പോകുന്നവരാണെങ്കിൽ ബൈക്കിന് പെർമിറ്റ് ഇതിന് ഒരു കിലോമീറ്റർ അപ്പുറമുള്ള RT ഓഫീസിൽ നിന്നും ലഭ്യമാണ്. അപ്പോൾ RT ഓഫീസിൽ പെർമിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്നും പെർമിഷൻ എടുത്തതിന് ശേഷം RT ഓഫീസിൽ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ബൈക്കിൽ പോവുകയാണെങ്കിൽ ഒരു വണ്ടി എസ്കോർട്ട് പോകണം എന്നൊരു നിബന്ധന ഇപ്പോൾ ഭൂട്ടാനിലുണ്ട്. അപ്പോൾ പോകുന്ന ബൈക്ക് യാത്രക്കാർ അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൂടി ആലോചിച്ചിട്ട് മാത്രം ഭൂട്ടാനിലേക്ക് ഇന്ത്യയിൽ നിന്നും എൻ്റർ ചെയ്യുക. എന്തായാലും ഇന്ത്യയിലെ പോലെ തന്നെ ട്രാഫിക് ഒട്ടും റഷല്ലാതെ വളരെ മാന്യമായ രീതിയിൽ ട്രാഫിക് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അധികം ഹോൺ പോലും അടിക്കാതെ ഒരു മനോഹരമായ രാജ്യം തന്നെയാണ് ഭൂട്ടാൻ. നമുക്ക് എൻ്റർ ചെയ്താൽ തന്നെ മനസ്സിലാവും. ബംഗാളിൽ നിന്നും ഭൂട്ടാനിലേക്കുള്ള എൻ്റർ ചെയ്യുന്ന ആ സന്ദർഭത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്.